ഹലോ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാകുന്നു ധനകാര്യ സ്ഥാപനങ്ങൾ. ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ബാങ്കുകൾ എന്നും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നും. ഓക്കെ, ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു, ബാങ്കുകൾ, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നമുക്ക് ഇംഗ്ലീഷിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, ബാങ്കുകളെന്നും അതുപോലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബാങ്കുകളെ നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ബാങ്കുകൾ 4 തരമുണ്ട്. വാണിജ്യ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട്, സവിശേഷ ബാങ്കുകളുണ്ട്, വികസന ബാങ്കുകളുണ്ട്. ഇങ്ങനെ 4ആയിട്ട് നമുക്ക് ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്യാം. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ആർ ഇൻഷുറൻസ് കമ്പനികൾ. ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകുന്നു. അതുപോലെ മ്യൂച്വൽ സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, അതൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകുന്നു. ദെൻ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, അതും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നതാകുന്നു. ഇനി നമുക്ക് ബാങ്കുകളിലേക്ക് വരാം. ബാങ്കുകളെ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. ഇതിൽ നമുക്ക് ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് എന്ന് പറഞ്ഞാൽ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയ്ക്ക് വായ്പകൾ നൽകുന്ന ഒരു ധനകാര്യ സ്ഥാപനമാകുന്നു ബാങ്ക്. വ്യക്തികൾക്ക് വായ്പ നൽകും, സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകും, സർക്കാരുകൾക്ക് വായ്പ നൽകുന്ന ഒരു ധനകാര്യ സ്ഥാപനമാകുന്നു ബാങ്ക്. ബാങ്കിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. അതും ബാങ്ക് ചെയ്യുന്ന കാര്യമാണ്. ഇത്തരം ആളുകളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങളും ബാങ്കുകൾ സ്വീകരിക്കുന്നു. അത് മാത്രമല്ല, നിക്ഷേപ തുക പലിശയോടെ തിരികെ നൽകും, വായ്പ തുക പലിശയോടെ തിരികെ വാങ്ങും. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസും ബാങ്കുകൾക്കുണ്ട്. അപ്പോൾ ബാങ്കിന്റെ പ്രോപ്പർട്ടീസ് ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, വ്യക്തികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയ്ക്ക് വായ്പ നൽകുക, അതുപോലെ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, നിക്ഷേപ തുക പലിശയോടെ തിരികെ നൽകുക, വായ്പ തുക പലിശയോടെ തിരികെ വാങ്ങുക, ഇതെല്ലാം ബാങ്കുകളുടെ പ്രോപ്പർട്ടീസിൽ വരുന്നതാകുന്നു. ഇനി നമുക്ക് വാണിജ്യ ബാങ്കുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വാണിജ്യ ബാങ്കുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പൊതുമേഖലാ ബാങ്കുകൾ, രണ്ട് സ്വകാര്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ആർ പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കിന്റെ ഇംഗ്ലീഷ് കൊമേഴ്സ്യൽ ബാങ്ക് എന്നാണ്. കൊമേഴ്സ്യൽ ബാങ്കിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ. സ്വകാര്യ ബാങ്കുകള്, സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളുണ്ട്, സ്വകാര്യ വിദേശ ബാങ്കുകളുണ്ട്. ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പൊതുമേഖല ബാങ്കുകൾ എന്താണ് എന്നതിനെ കുറിച്ച് നോക്കാം. അതായത് പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആ പേരിൽ തന്നെയുണ്ട്, പൊതുമേഖല വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും സർക്കാരിനാണ്. ഓക്കെ, നമുക്കറിയാം, പേരിൽ തന്നെ മനസ്സിലാക്കും, പൊതുമേഖല വാണിജ്യ ബാങ്ക്, പബ്ലിക് സെക്ടർ കൊമേഴ്സ്യൽ ബാങ്ക്. അതിന്റെ ഉടമസ്ഥത സർക്കാരിനാണ്. ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. അത് മാത്രമല്ല, ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖല വാണിജ്യ ബാങ്കുകൾ. ഓക്കെ, അപ്പൊ പൊതുമേഖല വാണിജ്യ ബാങ്കുകളിൽ വരുന്ന ബാങ്കുകൾ ആരൊക്കെയാണ്? ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദാറ്റ് മീൻസ് SBI, അതാണ് ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് SBI ആണ്. SBIയും SBIയുടെ അനുബന്ധ ബാങ്കുകളും. SBIയുടെ അനുബന്ധ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്ലാസ്സിന്റെ തുടക്കം പഠിച്ചിരുന്നു. SBIയുടെ അനുബന്ധ ബാങ്കുകൾ 8 ബാങ്കുകൾ SBIയിലേക്ക് മെർജ് ചെയ്തതും അതിന്റെ കൂടെ ഭാരതീയ മഹിളാ ബാങ്കിനെ മെർജ് ചെയ്തതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ SBIയിലേക്ക് മെർജ് ചെയ്യപ്പെട്ട 8 ബാങ്കുകൾ, അതിന്റെ കൂടെ വരുന്ന മഹിളാ ബാങ്കുകൾ, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് SBIയുടെ സബ്സിഡറി ബാങ്കുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്ടിയാല, ഭാരതീയ മഹിളാ ബാങ്ക്, ഇതെല്ലാം ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിന്റെ അനുബന്ധ ബാങ്കുകളാകുന്നു. അപ്പോൾ SBIയും SBIയുടെ സബ്സിഡറി ബാങ്കുകളും അതുപോലെ ദേശസാൽകൃത ബാങ്കുകളും. ദേശസാൽകൃത ബാങ്കുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? നാഷണലൈസ്ഡ് ബാങ്കുകൾ. അതായത് 1969, 1980 ഈ ടൈമിലൊക്കെ നാഷണലൈസ് ചെയ്യപ്പെട്ട ബാങ്കുകൾ ഉണ്ടല്ലോ, സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് ഷെയർ കൊടുത്ത് ഗവൺമെന്റ് വാങ്ങിച്ച ബാങ്കുകൾ. അതിന് എക്സാമ്പിൾ ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്. ഇതെല്ലാം നാഷണലൈസ്ഡ് ബാങ്കുകളാണ്. അപ്പോൾ ഈ നാഷണലൈസ്ഡ് ബാങ്കുകളും അതുപോലെ ഈ റീജിയണൽ റൂറൽ ബാങ്കുകളും ഒക്കെ ചേർന്നതാണ് എന്ത്? പൊതുമേഖല വാണിജ്യ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലായി. ഓക്കെ, ദെൻ സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകൾ. സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കാണ്. ഓക്കെ, സ്വകാര്യ ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കാണ്. സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ബാങ്കാണ്, ആസ്ഥാനം ഇന്ത്യയിലാണ്. എക്സാമ്പിൾ, ആക്സിസ് ബാങ്ക്, HDFC, ഫെഡറൽ ബാങ്ക്, ഇതെല്ലാം സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളാകുന്നു. അതിന്റെ ആസ്ഥാനം ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ബാങ്കാണ്, ഉടമസ്ഥ സ്വകാര്യ വ്യക്തികൾക്കാണ്. ഇതാണ് സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്വകാര്യ വിദേശ ബാങ്കുകൾ. സ്വകാര്യ വിദേശ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമസ്ഥ അവകാശം സ്വകാര്യ വ്യക്തികൾക്കാണ്, രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് ഇന്ത്യയിലാണ്, ഇതിന്റെ ആസ്ഥാനം വിദേശത്താണ്. അതാണ് സ്വകാര്യ വിദേശ ബാങ്കുകൾ. എക്സാമ്പിൾ, ദോഹ ബാങ്ക്, CITI ബാങ്ക്, ഇതെല്ലാം സ്വകാര്യ വിദേശ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. അത്ര മനസ്സിലായില്ലേ? ദെൻ റീജിയണൽ റൂറൽ ബാങ്ക് എന്താണെന്ന് നോക്കാം. റീജിയണൽ റൂറൽ ബാങ്ക്, ദാറ്റ് മീൻസ് RRBS എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി 1975 സ്ഥാപിച്ച ബാങ്കുകളാണിവ.
അപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് പോലത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ആ ഒരു റീജിയണൽ സർവീസ് നൽകുന്നതിനായിട്ട് 1975 സ്ഥാപിച്ച ബാങ്കുകളെയാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇതിലൂടെ ചെറുകിട കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർക്ക് ഒക്കെ വായ്പ നൽകി സഹായിക്കുക എന്നുള്ളതാണ് റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ നരസിംഹൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത്. ഇത് സ്ഥാപിതമായത് 1975 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ആകുന്നു കേരള ഗ്രാമീൺ ബാങ്ക്. ഇതിന്റെ ആസ്ഥാനം മലപ്പുറത്താണ്. അത് മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ, അതായത് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോ വാണിജ്യ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ മെയിൻ ആയിട്ട് 4 തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് ഉള്ളത്. 4 തരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ആണ് ഒരു വാണിജ്യ ബാങ്കുകളിൽ ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നിക്ഷേപങ്ങൾ? 4 തരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ആണ് കൊമേഴ്സ്യൽ ബാങ്കുകളിൽ ഉള്ളത്. ഫസ്റ്റ് വൺ സേവിങ്സ് ഡെപ്പോസിറ്റ്, സെക്കൻഡ് കറന്റ് ഡെപ്പോസിറ്റ്, അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. നമ്മൾ ഈ 3 ഡെപ്പോസിറ്റുകൾ കേട്ടിട്ടുണ്ടല്ലേ? സേവിംഗ് ഡെപ്പോസിറ്റ് നമുക്കറിയാം, കറന്റ് ഡെപ്പോസിറ്റ് അറിയാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് അറിയാം. അതിന്റെ കൂടെ നമുക്ക് റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഇങ്ങനെ 4 തരത്തിലുള്ള നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് ആണ് കൊമേഴ്സ്യൽ ബാങ്കുകളിൽ ഉള്ളത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയാൻ വന്നതാണ്, അത് വിട്ടുപോയതാണ്. SBI എന്ന് പറയുന്നത് ഒരു നാഷണലൈസ്ഡ് ബാങ്ക് അല്ല. ഓക്കെ, SBI എന്ന് പറയുന്നത് 1955 രൂപീകരിക്കപ്പെട്ട ബാങ്കാണ് SBI. അത് 1921 ഇമ്പീരിയൽ ബാങ്കിനെ 1955 SBIക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ 1955 രൂപീകരിക്കപ്പെട്ട ബാങ്കാണ് SBI. നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ബാങ്കിന്റെ ഷെയർ ഗവൺമെന്റ് വാങ്ങിച്ച് ഉടമസ്ഥയിലാക്കിയ ബാങ്കാണ് എന്ത് നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ എന്താണ് ഇപ്പൊ ഈ പറയുന്നത് പോലെ ബാങ്ക് ഓഫ് അലഹബാദ്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇതെല്ലാം നാഷണലൈസ്ഡ് ബാങ്കാണ്. ഈവൻ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതും ഈ പറയുന്നത് പോലെ ഗവൺമെന്റ് വാങ്ങിച്ചതാണ്. അത് 1949 നാഷണലൈസ് ചെയ്യപ്പെട്ടത്. പക്ഷേ SBI എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചെടുത്ത ബാങ്കാണ് SBI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റിന്റെ കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഒന്നുകൂടെ അത് പറഞ്ഞുതരാം. നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ സ്വകാര്യ കമ്പനികളുടെ കയ്യിൽ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ ഉടമസ്ഥരുണ്ടായിരുന്ന ബാങ്കിന്റെ ഷെയർ ഗവൺമെന്റ് കൊടുത്തു വാങ്ങിച്ച് ബാങ്കുകളാകുന്നു ദേശസാൽകൃത ബാങ്ക് അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന പോലത്തെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, അലഹബാദ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തുടങ്ങിയവയ്ക്ക്. SBI എന്ന് പറയുന്നത് നാഷണലൈസ്ഡ് ബാങ്ക് അല്ല. SBI എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചെടുത്ത ബാങ്കാണ് SBI. ഇത് 1955 1921 ഉണ്ടായിരുന്ന ഇമ്പീരിയൽ ബാങ്കിനെയാണ് SBIക്ക് മാറ്റിയത്. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1935 അത് രൂപീകരിക്കുന്നത്. അത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായ ബാങ്കാണ്. ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നാഷണലൈസ് ചെയ്യപ്പെട്ടു. 1949 അത് സംഭവിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. പിന്നെ SBIയുടെ അനുബന്ധ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഈ SBIയിലേക്ക് ചേർക്കപ്പെട്ട ബാങ്കുകളാണ്. ഓക്കെ, അത് നമുക്കറിയാലോ. ഏകദേശം 58 വർഷത്തോളം എടുത്ത് 1959 വന്ന SBI സബ്സിഡറി ആക്ടിലൂടെ 58 വർഷങ്ങൾ എടുത്ത് 2017 കൂടി SBIയിലേക്ക് എന്ത് ചെയ്തു? ആ പണ്ട് മുതലുണ്ടായിരുന്ന ഒരു 8 ബാങ്കുകളും അതുപോലെ 2013 രൂപീകരിച്ച ഭാരതീയ മഹിളാ ബാങ്കൊക്കെ കൂടി SBIയിലേക്ക് മെർജ് ചെയ്യപ്പെട്ട ബാങ്കുകളാണ്. അതാണ് SBIയുടെ അനുബന്ധ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ അനുബന്ധ ബാങ്കുകൾ, SBIയുടെ അനുബന്ധ ബാങ്കുകൾ എന്ന് പറയുന്നത് വേറെ, അതുപോലെ നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത് വേറെ. അതൊക്കെ ആ രീതിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കിനി സേവിംഗ് ഡെപ്പോസിറ്റ്, കറന്റ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. അതിനുശേഷം സ്വകാര്യ ബാങ്കുകളെ കുറിച്ചൊന്ന് പഠിക്കണം. പിന്നെ ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. സഹകരണ ബാങ്ക് എന്താ, വികസന ബാങ്ക് എന്താ, സവിശേഷ ബാങ്ക് എന്താ എന്നൊക്കെ പഠിക്കണം. ബാങ്ക് ഇതര സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.